السلام عليكم ورحمة الله تعالى وبركاته. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. إن شاء الله ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുന്ന മഹത്തരമേറിയ ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ഒരുപാട് ഗുണഫലങ്ങൾ നിറഞ്ഞ അത്ഭുതമായ ഈ ദിക്റിൻ്റെ ചില മഹത്വങ്ങളെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയുന്നത്. ഈ ദിക്റിൻ്റെ മഹത്വങ്ങൾ ഒരുപാടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനോട് കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ഒരു ദിക്റാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കും. ഒരു നിധി തന്നെയാണ് ഇത് ഇൻഷാ അല്ലാഹ്. എന്തായാലും ഇതിൻ്റെ അല്പ മഹത്വങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാം, പഠിക്കാം, നമ്മുടെ ജീവിതത്തിൽ പകർത്താം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു ഹദീസാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഖാല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ കാന ദവാഅം മിൻ 99 ദാഇൻ ഐസറുൽ ഹമ്മ്. ഒരു വ്യക്തി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന മഹത്തരമായ ദിക്ർ ചൊല്ലിയാൽ ആ ദിക്ർ അവനിക്ക് 99 രോഗങ്ങളിൽ നിന്ന് ഒരു ദാആയി, ഒരു മരുന്നായി മാറുന്നതാണ്. ആ 99 രോഗങ്ങളിൽ അവനിക്ക് ശിഫ ലഭിക്കുന്ന ഏറ്റവും ചെറിയ രോഗം എന്നുള്ളത് അൽ ഹമ്മ്, അത് മനക്ലേശമാണ്, ടെൻഷനാണ്. ഒരു വ്യക്തിക്ക് ടെൻഷൻ ഉണ്ടാകുമ്പോൾ ദിക്ർ ചൊല്ലിയാൽ അവനിക്ക് ടെൻഷൻ മാറും. മാത്രമല്ല അതോടൊപ്പം മറ്റും 98 രോഗങ്ങൾക്ക് ഈ ഒരു ദിക്ർ അവനിക്ക് ശമനമേകും ഇൻഷാ അല്ലാഹ്. ഇതാണ് ഒന്നാമത്തെ മഹത്വം. അതുപോലെ തന്നെ മറ്റൊരു മഹത്വത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ മഹാനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ പറഞ്ഞു, അലാ അദുല്ലുക അലാ കൻസിൻ മിൻ കുനൂസിൽ ജന്ന. അബൂ മൂസ എന്നവരെ, അങ്ങേക്ക് ഞാൻ സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധി അറിയിച്ചു തരട്ടെയോ എന്ന് പറഞ്ഞ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു ദിക്ർ എന്നുള്ളത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയുന്ന ഈ ഒരു ദിക്റാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ മഹത്വം എന്നുള്ളത്, ഒരു വ്യക്തി ഈ ഒരു ദിക്ർ രാവിലെയും വൈകുന്നേരവും പതിവാക്കി ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ദാരിദ്ര്യത്തിൽ നിന്ന്, ഫഖറിൽ നിന്ന് മുക്തമാക്കുന്നതാണ്. അവനിക്ക് ദാരിദ്ര്യം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ നേരിടേണ്ടി വരില്ല ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയുന്ന ഈ ഒരു ദിക്റിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, ഇത് ചൊല്ലി നല്ല സ്വപ്നം കണ്ടാൽ അത് യാഥാർത്ഥ്യമാകും. നമ്മൾ രാത്രി ഉറങ്ങുന്ന അവസരത്തിൽ ഈ ഒരു ദിക്ർ ചൊല്ലി കിടന്ന് ആ ഒരു കിടത്തത്തിൽ നമ്മൾ നല്ലതായ സ്വപ്നങ്ങൾ കണ്ടാൽ ഇൻഷാ അല്ലാഹ് ആ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ ഈ ഒരു ദിക്റിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, ഈ ദിക്ർ ഇജാസത്ത് കൊടുക്കാൻ അർഹരായ മഹാന്മാരിൽ നിന്ന്, അർഹരായ വ്യക്തികളിൽ നിന്ന് നമ്മൾ ഇജാസത്ത് വാങ്ങി പ്രത്യേകമായ ഇജാസത്തോടു കൂടെ നമ്മൾ ഈ ഒരു ദിക്ർ ചൊല്ലിയാൽ അവനിക്ക് ഇൻഷാ അല്ലാഹ് ഫലസിദ്ധി വേഗത്തിലാവും. അതുപോലെ തന്നെ ഈ ഒരു ദിക്റിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, ഈ ദിക്ർ ചൊല്ലുന്നവന് മരണസമയം സന്തോഷം ലഭിക്കുവാൻ കാരണമാകും. അവൻ്റെ മരണസമയത്ത് നല്ല സന്തോഷത്തോടു കൂടെ, നല്ല റാഹത്തോടു കൂടെ ഇൻഷാ അല്ലാഹ് അവനിക്ക് മരിക്കാൻ സാധിക്കും. അതാണ് ഈ ദിക്ർ ചൊല്ലുന്നവനിക്ക് ലഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. അതുപോലെ തന്നെ ഈ ദിക്റിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, ഈ ദിക്ർ ഒരു വ്യക്തി ചൊല്ലിയാൽ സമുദ്രത്തിൻ്റെ നുര കണക്കെയുള്ള ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടാൻ ഈ ദിക്ർ ഒരു സബബാകും, ഒരു കാരണമാകും. അത്രത്തോളം ചെറുദോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിക്ർ ചൊല്ലുന്നതിലൂടെ നമുക്ക് പുറത്തു തരും. അതുപോലെ തന്നെ ഈ ദിക്ർ ചൊല്ലുന്നവർക്ക് ലഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്, വീട് വിട്ടിറങ്ങുമ്പോൾ ഈ ദിക്ർ ചൊല്ലി ഇറങ്ങിയാൽ ഇൻഷാ അല്ലാഹ് ആപത്തുകൾ കൂടാതെ വീട്ടിലേക്ക് തന്നെ മടങ്ങിയെത്താൻ ഈ ദിക്ർ നമ്മെ സഹായിക്കും. യാതൊരു പ്രതിസന്ധിയും പ്രയാസവും പ്രശ്നവുമില്ലാതെ നമ്മുടെ വീട്ടിലേക്ക് തന്നെ മടങ്ങിയെത്താൻ ഈ ദിക്ർ നമ്മെ സഹായിക്കും. അതുപോലെ ഈ ദിക്ർ ചൊല്ലുന്നവനക്ക് ലഭിക്കുന്ന മറ്റൊരു പ്രത്യേകതയാണ്, ഈ ദിക്ർ ചൊല്ലി ഒരു വ്യക്തി മരണപ്പെട്ടാൽ അവൻ്റെ ശരീരം അഗ്നി സ്പർശിക്കുകയില്ല.
ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ ഈ ദിക്റിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മുടെ മീസാനിൽ നന്മയുടെ ഏടിൽ ഭാരം കൂടാൻ നമ്മെ സഹായിക്കുന്ന ഒരു ദിക്റാണിത്. നമ്മളിത് എത്ര ചൊല്ലുന്നുവോ അതിനനുസരിച്ച് കൂടുതൽ ഭാരം തൂങ്ങുന്ന ഒരു ദിക്റാണ് ഈ ദിക്റ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ചൊല്ലാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ ഈ ദിക്റിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ ദിക്റ് ചൊല്ലുന്നവന് ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അർശിൻ്റെ തണൽ കൊടുക്കുന്നതാണ്. അർശിൻ്റെ തണൽ ഈ ദിക്റ് ചൊല്ലുന്നവന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. ഇതാണ് മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ ഈ ദിക്റിൻ്റെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് നമുക്ക് ലഭിച്ചതായ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാതെ നമ്മിൽ തന്നെ സുരക്ഷിതമായി നിൽക്കാനും അതുപോലെ തന്നെ ഇനിയും കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കാനും ഈ ദിക്റ് ചൊല്ലുന്നവന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൗഭാഗ്യം നൽകും ഇൻഷാ അല്ലാഹ്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്ർ അധികരിപ്പിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരുപാട് ഫലങ്ങൾ നിറഞ്ഞ ഒരു ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൂടുതൽ പഠിക്കാനും അവയെ ജീവിതത്തിൽ പകർത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം. ഇലൽ ലിഖാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഊസീകും ബിദ്ദുആ. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.